ഫിറ്റ്നസിന്റെ കാര്യത്തിൽ താൻ കിങ് കോഹ്ലിയാണ് എപ്പോഴും അംഗീകരിക്കുന്നതും അനുകരിക്കാൻ നോക്കുന്നതെന്നുമെന്ന് സഞ്ജു ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ താൻ എത്ര ശ്രമിച്ചിട്ടും ഒരു വർഷം നോക്കിയിട്ടും തനിക്കത് പറ്റുന്നില്ല എന്ന ജീവിതശൈലിയെക്കുറിച്ച് പറഞ്ഞെത്തുകയാണ് ഇപ്പോൾ നമ്മുടെ സ്വന്തം സഞ്ജു. സഞ്ജുവിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വർഷം ഞാൻ നോക്കി, എന്നിട്ടും എനിക്ക് നടന്നില്ല. ശരിക്കും പറഞ്ഞാൽ കിങ് കോഹ്ലിയുടെ അത്രയൊന്നും ആവേശത്തോടെ നമുക്ക് നടക്കാനോ ചെയ്യാനോ സാധിക്കില്ല. അദ്ദേഹം എന്ത് നല്ല രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു വർഷം ഞാൻ നോക്കിയിട്ടും അത് പറ്റുന്നില്ല എന്നതുള്ള സത്യം. ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താത്ത താരമാണ് ഇന്ത്യയിലെ മുൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള വിരാട് കോഹ്ലി. അദ്ദേഹത്തിന് മാതൃകയാക്കണമെന്നും ഫിറ്റ്നസ് അദ്ദേഹത്തിനെ പോലെ ആക്കണമെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരുപാട് ഞാൻ ശ്രമിച്ചിട്ടും അതെനിക്ക് സാധിച്ചില്ല. എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എന്നെ കൊണ്ട് സാധിച്ചില്ല എന്നത് തന്നെയാണ് സത്യം. ഞാൻ ഒരുപാട് നല്ലതുപോലെ ശ്രമിച്ചിരുന്നു. പക്ഷെ അത് പറ്റാതെ പോയതോടെ ഞാനത് വിട്ടുകളഞ്ഞു. ആ മാതൃക പിന്തുടരാൻ ശ്രമിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തി മലയാളി താരം സഞ്ജു എത്തുന്നു. എന്നാൽ ഏകദേശം 1.5 വർഷത്തിനു ശേഷം ആ ജീവിതശൈലി തുടരാൻ തനിക്ക് കഴിഞ്ഞില്ലെന്ന് സഞ്ജു വെളിപ്പെടുത്തി. ഒരു ഫിറ്റ്നസ് കാര്യത്തിൽ വീട്ടുവീഴ്ച വരാത്ത താരമാണ് മുൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള വിരാട് കോഹ്ലി. ഭക്ഷണക്രമം, ഫിറ്റ്നസ്, പരിശീലനം, ജീവിതശൈലി എന്നിവയിൽ കോഹ്ലി പുലർത്തുന്ന കർശനമായ അച്ചടക്കം യുവതാരങ്ങളും അതുപോലെ ഇത്തരത്തിൽ പലരും തന്നെ മാതൃകയാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ബിലീവ് എന്ന പരിപാടിയിൽ സംസാരിക്കവേ സഞ്ജുവിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഇന്ത്യൻ ടീമിന്റെ ക്യാമ്പിനിടെ ജിമ്മിൽ പരിശീലനം നടത്തുന്നതിനിടയിലാണ് വിരാട് കോഹ്ലിയോട് തന്റെ കരിയറിനെ കുറിച്ച് ഉപദേശം ചോദിച്ചതെന്ന് സഞ്ജു പറയുന്നു. ജീവിതശൈലിക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് കോഹ്ലി പറഞ്ഞു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ദീർഘകാലം വിജയിക്കണമെങ്കിൽ വ്യത്യസ്തമായൊരു ജീവിത രീതിയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്ത് ഭക്ഷണമാണ്, ഏത് ഭക്ഷണമാണ് ശരീരത്തിന് നല്ലതെന്നും എന്താണ് ഒഴിവാക്കേണ്ടതെന്നും ശരീരം എങ്ങനെ വീണ്ടെടുക്കണമെന്നും എല്ലാം നമ്മൾ വിശദമായി പറഞ്ഞു തരികയും നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എത്തിച്ചു തരികയും ചെയ്തു. ഈ അച്ചടക്കം പാലിച്ചാൽ അടുത്ത 10 വർഷം മികച്ച കരിയർ ഉണ്ടാകുമെന്ന് കോഹ്ലി സഞ്ജുവിന് ഉപദേശവും നൽകി. അതൊരു നല്ല കാര്യമായി തന്നെയാണ് സഞ്ജു ഓർത്തെടുക്കുന്നത്. അതൊരു നല്ല കാര്യം മാത്രമല്ല, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പവഴി കൂടിയാണ്. എന്നാൽ കോഹ്ലിയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പിന്തുടരാൻ എളുപ്പമായിരുന്നില്ലെന്നും സഞ്ജു സമ്മതിക്കുന്നു. താൻ ഏകദേശം 1 വർഷമോ 1.5 വർഷമോ അത് പിന്തുടർന്നു. പക്ഷെ അതിനുശേഷം ആ രീതിയിൽ തുടരാൻ എനിക്ക് കഴിഞ്ഞില്ല. കോഹ്ലി കണ്ടിരുന്ന കാര്യങ്ങൾ എനിക്ക് അതേ രീതിയിൽ കാണാൻ സാധിച്ചില്ല. അതേ രീതിയിൽ കാണാനോ അല്ലെങ്കിൽ അച്ചടക്കത്തിൽ മുന്നോട്ട് പോകാനോ സാധിച്ചില്ല. സഞ്ജു തുറന്നു പറയുന്ന കാര്യങ്ങളെങ്കിലും കോഹ്ലി സമർപ്പണത്തോടെ പരിശീലനത്തിൽ തീക്ഷ്ണതയോടും തനിക്ക് ഇന്നും വലിയ ബഹുമാനമുള്ളതാണെന്ന് സഞ്ജു കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യൻ ടീമിലെ സ്ഥാനത്തിനായി നടക്കുന്ന അവസരമില്ലാത്ത മത്സരത്തിൽ നിന്ന് താൻ മനഃപൂർവ്വം മാറി നിൽക്കാൻ തീരുമാനിച്ചെന്നും സഞ്ജു വെളിപ്പെടുത്തി. 2026 T20 ലോകകപ്പിന് മുൻപ് തന്നെ മറ്റുള്ളവർ താൻ ചിന്തിക്കുന്നത് എന്നതിലുപരി കളി ആസ്വദിക്കാനും സ്വന്തം രീതിയിൽ ക്രിക്കറ്റ് കളിക്കാനും തീരുമാനിച്ചതെന്നും സഞ്ജു പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് എപ്പോഴും ഒരു റാറ്റ് റേസ് ഉണ്ട്. അതിന്റെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇനി ഞാൻ എന്റെ രീതിയിൽ കളിക്കും. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ യാത്രയിലുടനീളം പറയാമെന്നും സഞ്ജു കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിനെപ്പറ്റി വ്യക്തമാക്കുന്നുണ്ട്.